ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ സമാധി ദിനം. ഭാരതത്തിന്റെ ആത്മാവിനെയും ആത്മാഭിമാനത്തെയും തൊട്ടുണർത്തിയ യുവ സന്യാസിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം സമാധിയായിട്ട് ഇന്ന് 123 കൊല്ലം പിന്നിടുന്നു. ശ്രീരാമകൃഷ്ണ മഠവും ശ്രീരാമകൃഷ്ണ മിഷനും സ്ഥാപിച്ചത് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദനാണ്. പ്രസംഗങ്ങൾ കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും രാജ്യത്തെ സ്വാധീനിച്ച ആത്മീയ ഗുരുവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. രാജ്യത്തെ യുവാക്കളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും പൗരപ്രമുഖന്മാരെയും രാജാക്കന്മാരെയും സാധാരണക്കാരെയും ഒരുപോലെ സ്വാധീനിച്ച ആത്മീയാചാര്യനാണ് സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദന്റെ ആധ്യാത്മിക ചിന്തകളും പ്രസംഗങ്ങളും പ്രവർത്തനവും ഭാരതീയ സംസ്കാരത്തിന്റെയും ഹിന്ദുമതത്തിന്റെയും ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. ഹിന്ദുമതത്തെ ആധുനിക കാലത്തിന് അനുസൃതമായ തരത്തിൽ നിരീക്ഷിക്കാനും മതസംസ്കാരത്തിന് വ്യാവസായിക യുഗത്തിൽ പുതിയ നിർവചനം നൽകാനും വിവേകാനന്ദന് സാധിച്ചു. വിവേകാനന്ദന്റെ വീക്ഷണങ്ങൾക്ക് ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. വിദ്യാഭ്യാസത്തിനും മതത്തിനും അദ്ദേഹം നൽകിയ നിർവചനങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. മനുഷ്യനിൽ അന്തർലീനമായിരുന്ന പൂർണ്ണതയുടെ ബഹിർസ്ഫുരണമാണ് വിദ്യാഭ്യാസമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മതമാകട്ടെ മനുഷ്യരിൽ കുടികൊള്ളുന്ന ദൈവികതയുടെ നൈസർഗികമായ പ്രകാശനവും. ഇത്രയും അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ ഈ രണ്ട് വിഷയങ്ങളെപ്പറ്റി മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. വെറും സിദ്ധാന്തം കൊണ്ട് മാത്രം വിശ്വമാനവികത സാധ്യമാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ അമേരിക്കൻ സന്ദർശനവും ചിക്കാഗോയിൽ നടന്ന ലോകമത പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും ഭാരതത്തിന്റെ സനാതനധർമ്മ യാത്രയുടെ പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ്. Sisters and brothers of America, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions. And I thank you in the name of the millions and millions of Hindu people of all classes and sects. ലോകം ഒരു കുടുംബമാണെന്നും അനുകമ്പയും കാരുണ്യവും അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ഉദ്ഘോഷിച്ചു. വികസിത രാഷ്ട്രങ്ങളോടൊപ്പം അടിവെച്ചു മുന്നേറുന്ന ഭാരതത്തെ അദ്ദേഹം സ്വപ്നം കണ്ടു. ആധ്യാത്മികത പിന്തിരിപ്പൻ ആശയമാണെന്നും പുരോഗമനങ്ങൾക്കെതിരാണെന്നുമുള്ള പ്രചരണങ്ങൾക്ക് സ്വാമി വിവേകാനന്ദൻ തന്റെ പ്രവൃത്തി കൊണ്ട് മറുപടി നൽകി. ഭാരതം ലോകത്തോട് പറഞ്ഞ ഉത്തിഷ്ഠതാ ജാഗ്രത പ്രാപ്യവരാൻ നിബോധത സ്വാമി വിവേകാനന്ദൻ നെഞ്ചോട് ചേർത്ത പ്രിയപ്പെട്ട മന്ത്രം. തന്റെ ജീവിതത്തിലെ കർത്തവ്യം കഠോപനിഷത്തിലെ ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും സന്ദേശം പ്രചരിപ്പിക്കലാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം.